You need not watch my videos. You needn't watch my videos. Need you watch my videos? You needn't follow my channel. Need you follow my channel? I need your help. I need your help. അതേപോലെ you need my help. ഞാൻ പറയുന്ന പോലെ അല്ലല്ലോ വേറൊരാൾ പറയുക. So you need my help. I need your help. Need I follow you? ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യേണ്ടതുണ്ടോ? Need I come to your home? ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരേണ്ടതുണ്ടോ? ആവശ്യമുണ്ട്. ആവശ്യത്തെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ് നീഡ്. നീഡ് ഗോ പോവേണ്ടതുണ്ട്, നീഡ് കം വരേണ്ടതുണ്ട്, നീഡ് ഒബേ അനുസരിക്കേണ്ടതുണ്ട്. നീഡ് ഐ ഒബേ ദർ ഡിമാൻഡ്സ്, അവരുടെ ഡിമാൻഡ്സ് ഒക്കെ ഞാൻ ഒബേ ചെയ്യേണ്ടത് ഉണ്ടോ? നീഡ് ഐ ഒബേ, അതിൻ്റെ ആവശ്യമുണ്ടോ? യെസ്, ഓക്കെ, വി നീഡ് ഇറ്റ്, നമുക്കതിൻ്റെ ആവശ്യമുണ്ട്. നോ, വി നീഡ്ന്റ്, ആവശ്യമില്ല. വി നീഡ്ന്റ് മൈൻഡ് ദം, നമുക്ക് അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. വി നീഡ്ന്റ് ഹെൽപ്പ് ദം, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. വി നീഡ്ന്റ് ഡു എനിത്തിങ് ടു ദം, നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. നീഡിന്റ്, നീഡ് N''T, that means need not, വേണ്ട. നീഡിന്റ്, നീഡിന്റ്. You needn't look at my face, നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കണ്ട. You needn't look at my face, മുഖത്ത് നോക്കേണ്ട ആവശ്യമില്ല. You needn't understand what I say, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. You needn't understand, നിങ്ങളത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. Need you understand me? നിങ്ങൾ എന്നെ മനസ്സിലാക്കേണ്ടതുണ്ടോ? Need you understand me? Need you watch my videos? നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യേണ്ടതുണ്ടോ? ആവശ്യമുണ്ടോ? Need you subscribe it? നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ടോ? Need I come there? ഞാൻ അങ്ങോട്ട് വരണോ? Need I come there? Need they obey my orders? അവർ എൻ്റെ ഓർഡർ അനുസരിക്കേണ്ടതുണ്ടോ? നീഡ്, ആ ചോദ്യം നമുക്ക് അങ്ങനെ തുടങ്ങാം. നീഡ്. അപ്പോൾ ഈസ്, ആർ, ആം, വാസ്, were, has, have, had, will, shall, should, may, must, ought to, must, ought to, used to, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ഡെയർ, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു ഓക്സിലറി സഹായക ക്രിയയാണ് എന്ത്? നീഡ്. എങ്ങനെ സഹായക ക്രിയ ആവുന്നത്? വെറും നീഡ് എന്ന് പറഞ്ഞാൽ ഐ നീഡ് യു, ഐ നീഡ് യു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്. ഐ നീഡ് യു. അതിൻ്റെ അപ്പുറത്ത് നീഡ് ഐ കം, ഞാൻ വരണോ? നീഡ് ഐ ടെൽ, ഞാനത് പറയേണ്ടതുണ്ടോ? ആവശ്യമുണ്ടോ? നീഡ് ഐ ടെൽ ദം, ഞാൻ അവരോട് പറയണോ? നീഡ് ഐ ടെൽ ദം. നീഡ് ഐ ആൻസർ ഫോർ യു, നീഡ് ഐ ആൻസർ ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നീഡ് ഐ ആൻസർ, ഞാൻ ആൻസർ ചെയ്യേണ്ടതുണ്ടോ? നീഡ് ഐ ബിലീവ് ദം, ഞാൻ അവരെയൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ? ഏതുപോലെ? ഡു ഐ ബിലീവ്, ഞാൻ അവരെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതാണ് ഡു ഐ ബിലീവ്. നീഡ് ഐ ബിലീവ് ദം, ഞാൻ അവരെ വിശ്വസിക്കേണ്ടതുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഓക്സിലറി, ഡു ഡസ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു സഹായക ക്രിയയാണ് നീഡ്. ഒറ്റയ്ക്കെടുത്താൽ ആവശ്യമുണ്ട് എന്ന മീനിങ് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. നീഡിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നീഡ് ഐ, ചോദ്യം ചോദിക്കാനാണ്. നീഡ് ഐ എക്സ്പ്ലെയിൻ ദിസ്, ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? തരേണ്ടതുണ്ടോ? നീഡ് ഐ ഡു ഓൾ മൈ ഹോംലി ചോസ്,
എല്ലാ വീട്ടുകാരും ഞാൻ ചെയ്യേണ്ടതുണ്ടോ? എല്ലാ വീട്ടുജോലികളും. നീഡ് ഐ കണ്ടക്ട് എ സർവേ, ഞാനൊരു സർവേ നടത്തേണ്ടതുണ്ടോ? ആവശ്യമുണ്ടോ? അപ്പം നീഡ് ഡു യു വെച്ച് ചോദിക്കുന്ന പോലെ, ഡസ് ഹി വെച്ച് ചോദിക്കുന്ന പോലെ നീഡ് വെച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ധാരാളം ചോദ്യങ്ങൾ, എല്ലാതരം ചോദ്യങ്ങളും. അങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വരും. ആ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നാണ് അർത്ഥം. ഓക്കെ. നീഡ് യു ലേൺ ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് ലേൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? യെസ്, യു നീഡ് ഇറ്റ്. അതുകൊണ്ടാണ് നിങ്ങൾ ലേൺ ചെയ്യുന്നത്. നീഡ് യു വാച്ച് മൈ വീഡിയോസ്, നിങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? യെസ്, യു നീഡ് ഇറ്റ്. ഇതൊന്നും ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല. ഐ നീഡിൻ്റ് എനിത്തിങ്. ഐ നീഡിൻ്റ് വാച്ച് ഇറ്റ്, ഞാനത് വാച്ച് ചെയ്യേണ്ട കാര്യമില്ല. നീഡിൻ്റ് എന്ന് പറയാൻ നീഡ് നോട്ട് എന്നാണ്. നീഡ് നോട്ട്, ആവശ്യമില്ല. അതിനാണ് അധികം പറയാം. നീഡിൻ്റ് ഇൻവൈറ്റ് ദം ഫോർ അവർ മാരേജ്, നമ്മുടെ മാരേജിന് അവരെ വിളിക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് ചെറുതാക്കാം. സോ വി നീഡിൻ്റ് കോൾ എവരി വൺ, എല്ലാവരെയും വിളിക്കേണ്ട. വി നീഡിൻ്റ് ഇൻവൈറ്റ് എവരിബഡി, നീഡിൻ്റ് ഇൻവൈറ്റ്. വി നീഡിൻ്റ് ടേക്ക് ദാറ്റ് മച്ച് റിസ്ക്, അത്രയും റിസ്ക് നമ്മൾ എടുക്കേണ്ടതില്ല. വി നീഡിൻ്റ് ഡു ആക്ച്വലി എനിത്തിങ്, നമ്മൾ സത്യത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ല. നീഡ് വി ടേക്ക് ടു മച്ച് റിസ്ക്? നോ. They needn't tell like that. അവരങ്ങനെ പറയേണ്ടതില്ല. അങ്ങനെ പറയേണ്ടതില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. They needn't say no. അവർ നോ എന്ന് പറയേണ്ടതില്ല. They needn't call me an idiot. അവരെന്നെ ഒരു ഇഡിയറ്റ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഐ നീഡിൻ്റ് മൈൻഡ് യു, ഞാൻ നിങ്ങളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ആവശ്യമില്ല. അതിൻ്റെ ഒരു ഉപയോഗവും ഇല്ല, ഒരു ആവശ്യമില്ല, കാര്യമില്ല എന്നാണ് നീഡിൻ്റെ. യു നീഡിൻ്റ് എക്സ്പ്ലെയിൻ എനിത്തിങ് ഓഫ് ദീസ്, ഇതൊന്നും നിങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ട. ഐ നീഡിൻ്റ് സ്പെൻഡ് ഓൾ ദ ടൈം ഇൻ കിച്ചൺ, ഞാൻ എൻ്റെ എല്ലാ സമയം കിച്ചണിൽ ചിലവഴിക്കണം എന്നൊന്നുമില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഐ നീഡിൻ്റ് സ്പെൻഡ്, ഐ നീഡ് മെനി അതർ തിങ്സ്, മറ്റ് പല കാര്യവും എനിക്ക് ആവശ്യമുണ്ട്. സോ ഐ നീഡിൻ്റ് വേസ്റ്റ് മൈ ടൈം ഇൻ കിച്ചൺ ഓർ സംവെയർ എൽസ്. നീഡിൻ്റെ ആവശ്യമില്ല, നീഡ് ആവശ്യമാണ്. നീഡ് യു കം വിത്ത് മീ, നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വരണമെന്നാണ്, ഞാൻ വരേണ്ടതുണ്ടോ? നീഡ് ഐ ഡു ദാറ്റ്, ഞാനത് ചെയ്യേണ്ടതുണ്ടോ? അല്ല, നീഡ് ഐ ഈറ്റ് ഇറ്റ്, ഞാനത് തിന്നേണ്ടതുണ്ടോ? ഇപ്പം തന്നെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. നീഡ് ഐ ഈറ്റ് ഇറ്റ്? യെസ്, യു നീഡ് ഇറ്റ്. അങ്ങനെ പോസിറ്റീവ് സെൻസിൽ യു നീഡ് ഇറ്റ് എന്നുള്ളത് അധികവും ഉപയോഗിക്കാറില്ല. പക്ഷേ നെഗറ്റീവ് ഫോമിലാണ് അധികവും നീഡിൻ്റെ പ്രയോഗം വരല്. യു നീഡിൻ്റ് റിപ്പീറ്റ് ഇറ്റ്, നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു നീഡ് നോട്ട് റിപ്പീറ്റ് ഇറ്റ് എന്നല്ല പറയാ, യു നീഡിൻ്റ്. അത് ഷോർട്ടായിട്ട് പറയുമ്പോൾ നീഡിൻ്റെ തന്നെ പഠിക്കാം. നീഡിൻ്റ്, യു നീഡിൻ്റ് ടെൽ അബൌട്ട് ഇറ്റ്, യു നീഡിൻ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് അബൌട്ട് മോർ. That is needn't. Need not in the short form ആണ് ഇത് needn't. Okay, you needn't glare at me, എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കേണ്ട കാര്യമില്ല. Okay, yes. So yes, that's about need and needn't. And need you do something, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? Need you do something.